പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ഏത് ശിക്ഷണങ്ങൾ നൽകുന്നുവോ അവയെ പ്രവൃത്തിയിൽ കൊണ്ടുവരൂ. നിങ്ങൾ പ്രതിജ്ഞ ചെയ്ത ശേഷം തൻ്റെ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറരുത്, ആജ്ഞ ലംഘിക്കരുത്. ചോദ്യം: നിങ്ങളുടെ പഠനത്തിൻ്റെ സാരം എന്താണ്? നിങ്ങൾ ഏതൊരു അഭ്യാസം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: നിങ്ങളുടെ പഠനം വാനപ്രസ്ഥത്തിൽ പോകുന്നതിൻ്റേതാണ്. ഈ പഠനത്തിൻ്റെ സാരമാണ് വാണിക്ക് ഉപരി പോവുക. ബാബ തന്നെയാണ് സർവരെയും തിരികെ കൊണ്ടുപോകുന്നത്. കുട്ടികളായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ സദോപ്രധാനം ആകേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഏകാന്തതയിൽ പോയി ദേഹി അഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അശരീരി ആകുന്നതിൻ്റെ അഭ്യാസം തന്നെയാണ് ആത്മാവിനെ സദോപ്രധാനം ആക്കുന്നത്. ഓം ശാന്തി. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. പിന്നെ ഇങ്ങനെയുള്ള വിശ്വത്തിൻ്റെ അധികാരിയായി മാറുകയും ചെയ്യും. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നു. പിന്നെ 84 ജന്മങ്ങൾ കൊണ്ട് തമോ പ്രധാനമായി മാറുന്നു. പിന്നെ ബാബ ശിക്ഷണം നൽകുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഭക്തി മാർഗത്തിലും നിങ്ങൾ ഓർമ്മിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് സ്ഥൂല ബുദ്ധിയുടെ ജ്ഞാനമായിരുന്നു. ഇപ്പോൾ മഹീന ബുദ്ധിയുടെ ജ്ഞാനമാണ്. പ്രാക്ടിക്കലിൽ ബാബയെ ഓർമ്മിക്കണം. ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവും സ്റ്റാർ പോലെയാണ്, ബാബയും സ്റ്റാർ പോലെയാണ്. കേവലം ആ ഒന്ന് പുനർജന്മം എടുക്കുന്നില്ല, നിങ്ങൾ എടുക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് തമോ പ്രധാനം ആകേണ്ടി വരുന്നു. പിന്നെ സദോ പ്രധാനം ആകുന്നതിനായി പ്രയത്നിക്കേണ്ടി വരും. മായ അടിക്കടി മറപ്പിക്കുന്നു. ഇപ്പോൾ തെറ്റ് പറ്റാത്തവരാകണം. തെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ തമോ പ്രധാനമായി മാറും. ഡയറക്ഷൻ ലഭിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാറ്ററി ചാർജ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ സദോ പ്രധാന വിശ്വത്തിൻ്റെ അധികാരിയായി മാറും. ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കുന്നു. സ്റ്റുഡൻസ് നമ്പർ വൈസായി പാസ്സാകുന്നു. നമ്പർ അനുസരിച്ച് പിന്നെ സമ്പാദിക്കുന്നു. നിങ്ങളും നമ്പർ അനുസരിച്ച് പാസ്സാകുന്നു. പിന്നെ നമ്പർ അനുസരിച്ച് പദവി നേടുന്നു. വിശ്വത്തിൻ്റെ അധികാരി എവിടെ? പ്രജയും ദാസദാസിയും എവിടെ? ഏത് സ്റ്റുഡൻറ്റ് നല്ലതും സൽപുത്രനും ആജ്ഞാകാരിയും വിശ്വസ്തനും ആജ്ഞാനുവർത്തിയും ആയിരിക്കുന്നത്, അവർ തീർച്ചയായും ടീച്ചറിൻ്റെ മതമനുസരിച്ച് നടക്കും. എത്രത്തോളം രജിസ്റ്റർ നല്ലതായിരിക്കുമോ അത്രയും മാർക്ക് കൂടുതൽ ലഭിക്കും. അതിനാൽ ബാബയും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, അലംഭാവം കാണിക്കരുത്. കഴിഞ്ഞ കൽപ്പത്തിലും ഫെയിലായിരുന്നു എന്ന് വിചാരിക്കരുത്. വളരെ പേർക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടാകും, നമ്മൾ സർവീസ് ചെയ്യുന്നില്ല, അപ്പോൾ തീർച്ചയായും ഫെയിലാകുമെന്ന്. ബാബ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സത്യയുഗി സദോ പ്രധാനത്തിൽ നിന്നും കലിയുഗി തമോ പ്രധാനമായിരിക്കുന്നു. വീണ്ടും വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകും. സദോ പ്രധാനം ആകുന്നതിനായി ബാബ വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. നിങ്ങൾ കയറി കയറി സദോ പ്രധാനം ആയി മാറും. കയറുന്നത് പതുക്കെ പതുക്കെയാണ്, അതിനാൽ മറന്നു പോകരുത്. എന്നാൽ മായ മറപ്പിക്കുന്നു, ആജ്ഞ അനുസരിക്കാത്തവർ ആക്കി മാറ്റുന്നു. ബാബ ഏതൊരു ഡയറക്ഷൻ നൽകുന്നുവോ അത് മാനിക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, പിന്നെ അതനുസരിച്ച് നടക്കുന്നില്ല. അപ്പോൾ ബാബ പറയും, ആജ്ഞയെ ലംഘിച്ച് തൻ്റെ വാക്കിൽ നിന്നും പിന്മാറുന്നവരാണ്. ബാബയോട് പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പരിധിയില്ലാത്ത ബാബ എങ്ങനെയുള്ള ശിക്ഷണം നൽകുന്നു, അങ്ങനെയുള്ള ശിക്ഷണം മറ്റാരും നൽകില്ല. ചേഞ്ചും തീർച്ചയായും ഉണ്ടാകണം. ചിത്രങ്ങൾ എത്ര നല്ലതാണ്. ബ്രഹ്മ വംശിയാണ്, പിന്നെ വിഷ്ണു വംശിയാകും. ഇത് പുതിയ ഈശ്വരീയ ഭാഷയാണ്.
ഇതിനെയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആത്മീയ നോളജ് ആരും തന്നെ നൽകുന്നില്ല. ഒരു പ്രസ്ഥാനം വന്നിരിക്കുകയാണ്, അതിന് ആത്മീയ പ്രസ്ഥാനം എന്ന നാമം വെച്ചിരിക്കുന്നു. എന്നാൽ ആത്മീയ പ്രസ്ഥാനം നിങ്ങളുടേതല്ലാതെ മറ്റൊന്നുണ്ടാവുക സാധ്യമല്ല. ഇമിറ്റേഷൻ, അതായത് അനുകരണം വളരെയധികം ഉണ്ടാകുന്നു. ഇത് പുതിയ കാര്യമാണ്. നിങ്ങൾ തീർത്തും കുറച്ചു പേരാണുള്ളത്. മറ്റാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. മുഴുവൻ വൃക്ഷവും ഇപ്പോൾ നിൽക്കുന്നു. ബാക്കി തായ്തടിയില്ല, പിന്നെ തായ്തടി ഉണ്ടാകുന്നു. ബാക്കി ശാഖോപശാഖകൾ ഉണ്ടായിരിക്കില്ല. അതെല്ലാം ഇല്ലാതായി പോകും. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് പരിധിയില്ലാത്ത അറിവ് നൽകുന്നത്. ഇപ്പോൾ മുഴുവൻ ലോകത്തിലും രാവണ രാജ്യമാണ്. ഇത് ലങ്കയാണ്. ആ ലങ്ക സമുദ്രത്തിൻ്റെ അക്കരെയാണ്. പരിധിയില്ലാത്ത ലോകവും സമുദ്രത്തിലാണ്. 4 ഭാഗത്തും ജലമാണ്. അത് പരിധിയുള്ള കാര്യങ്ങളാണ്. ബാബ പരിധിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരേ ഒരു ബാബയാണ് മനസ്സിലാക്കിക്കുന്നവൻ. ഇത് പഠനമാണ്. ജോലി ലഭിക്കുന്നത് വരെയും പഠനത്തിൻ്റെ റിസൾട്ട് വരുന്നത് വരെയും പഠനത്തിൽ മുഴുകിയിരിക്കുന്നു. അതിൽ തന്നെ ബുദ്ധി തുടരുന്നു. സ്റ്റുഡൻറ്റിൻ്റെ ജോലിയാണ് പഠനത്തിൽ അറ്റൻഷൻ നൽകുക എന്നത്. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കണം. സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ ഈ പഠനം ഉണ്ടായിരിക്കുന്നു. പരീക്ഷയുടെ ദിവസങ്ങളിൽ വളരെയധികം പ്രയത്നിക്കുന്നു, തോറ്റുപോകാതിരിക്കുന്നതിനായി. വിശേഷിച്ച് രാവിലെ പൂന്തോട്ടത്തിൽ പോയി പഠിക്കുന്നു. കാരണം വീട്ടിലെ ശബ്ദ കോലാഹലത്തിൻ്റെ വൈബ്രേഷൻസ് മലിനമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ദേഹി അഭിമാനി ആകുന്നതിൻ്റെ അഭ്യാസം ഉണ്ടാക്കൂ, പിന്നെ മറന്നുപോകില്ല. ഏകാന്തതയുടെ സ്ഥാനം വളരെയധികമുണ്ട്. തുടക്കത്തിൽ ക്ലാസ് പൂർത്തിയായ ശേഷം നിങ്ങളേവരും പർവ്വതങ്ങളിൽ പോകുമായിരുന്നു. ഇപ്പോൾ ദിനം പ്രതിദിനം നോളജ് ഡീപ്പായി കൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻറ്റിന് എയിം ഓബ്ജക്റ്റ് ഓർമ്മയുണ്ടായിരിക്കും. ഇത് വാനപ്രസ്ഥ അവസ്ഥയിൽ പോകുന്നതിൻ്റെ പഠനമാണ്. ഒന്നിനല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. സാധു സന്യാസിമാർ തുടങ്ങിയവരെല്ലാം ഭക്തി തന്നെയാണ് പഠിപ്പിക്കുന്നത്. വാണിക്ക് ഉപരി പോകുന്നതിൻ്റെ വഴി ഒരു ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഒരു ബാബ തന്നെയാണ് സർവരെയും തിരികെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങളുടേത് പരിധിയില്ലാത്ത വാനപ്രസ്ഥമാണ്. അതിനെ ആരും അറിയുന്നില്ല. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളേവരും വാനപ്രസ്ഥയാണ്. മുഴുവൻ ലോകത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയാണ്. ആരെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും തിരികെ സർവർക്കും പോകേണ്ടതുണ്ട്. ഏതെല്ലാം ആത്മാക്കളുണ്ടോ മൂലവതനത്തിലേക്ക് പോകും. അവർ അവരവരുടെ സെക്ഷനിലേക്ക് പോകും. ആത്മാക്കളുടെ വൃക്ഷവും വണ്ടർഫുള്ളായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ മുഴുവൻ ഡ്രാമയുടെ ചക്രം തീർത്തും ആക്യുറേറ്റ് ആണ്. അല്പം പോലും വ്യത്യാസമില്ല. ലിവറും സിലിണ്ടർ ക്ലോക്കും ഉണ്ടല്ലോ. ലിവർ ക്ലോക്ക് തീർത്തും ആക്യുറേറ്റ് ആയിരിക്കും. ഇതിലും ചിലരുടെ ബുദ്ധിയോഗം ലിവർ ആയിരിക്കും, ചിലരുടേത് സിലിണ്ടർ ആയിരിക്കും. ചിലരുടേതാണെങ്കിൽ തീർത്തും യോജിക്കുന്നതേയില്ല. ക്ലോക്ക് ചലിക്കുകയേ ചെയ്യാത്തതുപോലെ നിങ്ങൾക്കാണെങ്കിൽ തീർത്തും ലിവർ ക്ലോക്ക് ആകേണ്ടതുണ്ട്. അപ്പോൾ രാജപദവിയിൽ പോകും. സിലിണ്ടർ പ്രജയിലേക്ക് പോകും. പുരുഷാർത്ഥം ലിവർ ആകുന്നതിൻ്റേതാണ് ചെയ്യേണ്ടത്. രാജപദം നേടുന്നവരെ കുറിച്ചാണ് കോടിയിൽ ചിലർ എന്ന് പറയുന്നത്. അവർ തന്നെയാണ് വിജയമാലയിൽ കോർക്കപ്പെടുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പ്രയത്നം തീർച്ചയായും ഉണ്ട്. പറയുന്നു, ബാബ അടിക്കടി മറന്നു പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, എത്രത്തോളം ഗുസ്തിക്കാരനാകുമോ അപ്പോൾ മായയും ശക്തമായി യുദ്ധം ചെയ്യും. മല്ലയുദ്ധം ഉണ്ടല്ലോ, അതിലും വളരെ ജാഗ്രത വയ്ക്കുന്നു. ഗുസ്തിക്കാർക്ക് ഗുസ്തിക്കാരെ അറിയാം. ഇവിടെയും ഇങ്ങനെയാണ്. മഹാവീരന്മാരായ കുട്ടികളുമുണ്ട്. അവരിലും നമ്പർ വൈസാണ്. നല്ല നല്ല മഹാരഥികളെ മായയും നല്ല രീതിയിൽ കൊടുങ്കാറ്റിൽ കൊണ്ടുവരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, മായ എത്ര തന്നെ വിഷമിപ്പിച്ചാലും കൊടുങ്കാറ്റ് കൊണ്ടുവന്നാലും നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ഒരു കാര്യത്തിലും തോൽക്കരുത്.
മനസ്സിൽ കൊടുങ്കാറ്റ് വന്നാലും കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്യാൻ പാടില്ല. കൊടുങ്കാറ്റ് വരുന്നത് വീഴ്ത്തുവാനാണ്. മായയുടെ യുദ്ധം ഉണ്ടാകുന്നില്ലെങ്കിൽ ഗുസ്തിക്കാരൻ എന്നെങ്ങനെ പറയും? മായയുടെ കൊടുങ്കാറ്റുകളെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. എന്നാൽ മുന്നോട്ടു പോകവേ കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് പെട്ടെന്ന് വീണു പോകുന്നു. ഇത് ബാബ ദിവസവും മനസ്സിലാക്കിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ വികർമ്മം ചെയ്യരുത്. നിയമവിരുദ്ധമായ കാര്യം ചെയ്യുന്നത് ഉപേക്ഷിക്കില്ല എങ്കിൽ ചില്ലിക്കാശിൻ്റെ പദവിയായിരിക്കും നേടുന്നത്. നമ്മൾ തോറ്റുപോകും എന്ന് ഉള്ളിൽ സ്വയവും മനസ്സിലാക്കുന്നു. എല്ലാവർക്കും പോകേണ്ടതുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നുവെങ്കിൽ ആ ഓർമ്മയും വിനാശമാകുന്നില്ല. അല്പമെങ്കിലും ഓർമ്മിക്കുന്നതിലൂടെ സ്വർഗത്തിൽ വരും. അല്പം ഓർമ്മിക്കുന്നതിലൂടെ അഥവാ വളരെയധികം ഓർമ്മിക്കുന്നതിലൂടെ എന്തെല്ലാം പദവി ലഭിക്കും എന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരും മറഞ്ഞിരിക്കുക സാധ്യമല്ല. ആര് എന്തൊക്കെയാകും സ്വയവും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഥവാ നമ്മൾ ഇപ്പോൾ ഹാർട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ ഏത് പദവിയായിരിക്കും നേടുക? ബാബയോട് ചോദിക്കുവാനും സാധിക്കും. മുന്നോട്ട് പോകവേ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. കൊടുങ്കാറ്റ്, മഴ, നാച്ചുറൽ കലാമിറ്റീസ് ഇവ ചോദിച്ചിട്ടല്ല വരുന്നത്. രാവണൻ ഇരിക്കുക തന്നെയാണ്. ഇത് വളരെ വലിയ പരീക്ഷയാണ്. ആര് പാസ്സാകുന്നുവോ അവർ ഉയർന്ന പദവി നേടുന്നു. രാജാക്കന്മാർ തീർച്ചയായും വിവേകശാലികൾ ആയിരിക്കണം. അവർക്ക് പ്രജകളെ സംരക്ഷിക്കുവാൻ സാധിക്കണം. ICS പരീക്ഷയിൽ കുറച്ചു പേരാണ് പാസ്സാകുന്നത്. ബാബ നിങ്ങളെ പഠിപ്പിച്ച് സ്വർഗത്തിൻ്റെ അധികാരിയും സദോ പ്രധാനവും ആക്കുന്നു. നിങ്ങൾക്കറിയാം, സദോ പ്രധാനത്തിൽ നിന്നും പിന്നെ തമോ പ്രധാനമായി ഇപ്പോൾ ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനം ആകേണ്ടതുണ്ട്. പതീത പാവനായ ബാബയെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, മന്മനാഭവ. ഇത് അതേ ഗീതയുടെ എപ്പിസോഡാണ്. ഡബിൾ കിരീടധാരി ആകുന്നതിൻ്റെ ഗീതയാണ്. ആക്കുന്നത് ബാബയാണല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. ആരാണോ നല്ല ബുദ്ധിമാന്മാർ അവരുടെ അടുക്കൽ ധാരണയും നല്ലതായിരിക്കും. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ് 5:1:69. കുട്ടികൾ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. നമ്മുടെ ടീച്ചർ ആരാണ് എന്നത് അറിയുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീച്ചർ ആരാണ് എന്ന ഓർമ്മ സ്റ്റുഡൻറ്റിന് മുഴുവൻ സമയവും ഉണ്ടായിരിക്കുന്നു. ഇവിടെ മറന്നു പോകുന്നു. ടീച്ചറിനറിയാം കുട്ടികൾ എന്നെ അടിക്കടി മറന്നു പോകുന്നു. ഇങ്ങനെയുള്ള ആത്മീയ പിതാവിനെ ഒരിക്കലും ലഭിച്ചിട്ടില്ല. സംഗമയുഗത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിലും കലിയുഗത്തിലും ശാരീരിക പിതാവിനെ ലഭിക്കുന്നു. ഈ ഓർമ്മ വരുത്തുകയാണ് കുട്ടികൾക്ക്. ഇത് ഉറയ്ക്കണം. ഇത് സംഗമയുഗമാണ്. ഇതിൽ കുട്ടികളായി നമ്മൾ ഇങ്ങനെ പുരുഷോത്തമർ ആകാൻ പോകുന്നവരാണ്. അപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ 3 പേരുടെയും ഓർമ്മ വരേണ്ടതാണ്. ടീച്ചറിനെ ഓർമ്മിച്ചാലും 3 പേരുടെയും ഓർമ്മ വരണം. ഗുരുവിനെ ഓർമ്മിച്ചാലും 3 പേരുടെയും ഓർമ്മ വരണം. ഇത് തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട്. മുഖ്യമായ കാര്യം പവിത്രമാകുന്നതിൻ്റേതാണ്. പവിത്രമായവരെ സദോപ്രധാനം എന്ന് തന്നെയാണ് പറയുന്നത്. അവർ വസിക്കുന്നത് തന്നെ സത്യയുഗത്തിലാണ്. ഇപ്പോൾ ചക്രം കറങ്ങി വന്നിരിക്കുന്നു. സംഗമയുഗമാണ്. കൽപ്പകൽപ്പങ്ങളിൽ ബാബയും വരുന്നു, പഠിപ്പിക്കുന്നു. ബാബയുടെ അടുക്കൽ നിങ്ങൾ കഴിയുകയാണല്ലോ. ഇത് സത്യമായ സദ്ഗുരുവാണ് എന്നതും അറിയുന്നുണ്ട്. തീർച്ചയായും മുക്തി, ജീവൻ മുക്തി ധാമത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് ബാബയെ ഫോളോ ചെയ്യുന്നു. ഇവിടെ ശിക്ഷണങ്ങൾ നേടി ഫോളോ ചെയ്യുന്നു. ഏതുപോലെ ഇദ്ദേഹം പഠിക്കുന്നു, അതേപോലെ നിങ്ങൾ കുട്ടികളും പുരുഷാർത്ഥം ചെയ്യുന്നു. ദേവത ആകേണ്ടതുണ്ട്. അപ്പോൾ ശുദ്ധ കർമ്മം ചെയ്യണം. യാതൊരു മാലിന്യവും അവശേഷിക്കരുത്. വളരെ വിശേഷ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുന്നതിൻ്റേത്.
ഇങ്ങനെ മനസ്സിലാക്കുന്നു. ബാബയെ മറന്നു പോകുന്നു, ശിക്ഷണവും മറന്നു പോകുന്നു, ഓർമ്മയുടെ യാത്രയെയും മറന്നു പോകുന്നു. ബാബയെ മറക്കുന്നതിലൂടെ ജ്ഞാനവും മറന്നു പോകുന്നു. ഞാൻ സ്റ്റുഡൻ്റാണ്, ഇതും മറന്നു പോകുന്നു. ഓർമ്മ മൂന്നിൻ്റേതും ഉണ്ടായിരിക്കേണ്ടതാണ്. പിതാവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ ടീച്ചറും സദ്ഗുരുവും തീർച്ചയായും ഓർമ്മയുണ്ടായിരിക്കും. ശിവബാബയെ ഓർമ്മിക്കുന്നു, അപ്പോൾ അതിനോടൊപ്പം ദൈവിക ഗുണവും തീർച്ചയായും ആവശ്യമാണ്. ബാബയുടെ ഓർമ്മയിലാണ് അതിശയം. അതിശയം എത്രത്തോളം ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നോ അത്രയും മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. തമോ പ്രധാനത്തിൽ നിന്നും നമ്മൾ ഈ ജന്മത്തിൽ സതോ പ്രധാനമാകുന്നു. തമോ പ്രധാനമാകുന്നതിന് മുഴുവൻ കൽപ്പവും എടുക്കുന്നു. ഇപ്പോൾ ഈ ഒരേ ഒരു ജന്മത്തിൽ സതോ പ്രധാനമാകണം. ഇതിൽ ആര് എത്ര പ്രയത്നിക്കുന്നോ അതുപോലെ മുഴുവൻ ലോകവും പ്രയത്നിക്കുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർ പ്രയത്നിക്കുകയില്ല. കുട്ടികൾ സാക്ഷാത്കാരം കണ്ടു, ധർമ്മസ്ഥാപകർ വരുന്നു, പാർട്ട് അഭിനയിച്ചു, ഇന്ന ഡ്രസ്സിൽ. അവർ തമോ പ്രധാനത്തിലേക്ക് വരുന്നു. വിവേകവും പറയുന്നു, നമ്മൾ സതോ പ്രധാനമാകുന്നത് പോലെ മറ്റുള്ളവരേവരും ആകും. പവിത്രതയുടെ ദാനം ബാബയിൽ നിന്നും എടുക്കും. എല്ലാവരും വിളിക്കുന്നു, നമ്മളെ ഇവിടെ നിന്നും ലിബറേറ്റ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകൂ, ഗൈഡാകൂ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എല്ലാവർക്കും വീട്ടിലേക്ക് പോവുക തന്നെ വേണം. അനേകം തവണ വീട്ടിലേക്ക് പോകുന്നു. ചിലരാണെങ്കിൽ മുഴുവൻ 5000 വർഷവും വീട്ടിലിരിക്കുന്നില്ല. ചിലരാണെങ്കിൽ മുഴുവൻ 5000 വർഷവും ഇരിക്കുന്നു. അന്തിമത്തിൽ വരും. അപ്പോൾ പറയും 4999 വർഷം ശാന്തിധാമത്തിലിരുന്നു എന്ന്. നമ്മൾ പറയും 4999 വർഷം ഈ സൃഷ്ടിയിലിരുന്നു എന്ന്. 83 84 ജന്മം എടുത്തിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. ആര് വളരെ സമർത്ഥരായിരിക്കുമോ അവർ തീർച്ചയായും ആദ്യം വന്നിട്ടുണ്ടാകും. ശരി, മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. ഗുഡ് നൈറ്റ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സതോ പ്രധാനം ആകുന്നതിനായി ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ ബാറ്ററി ചാർജ് ചെയ്യണം. തെറ്റ് പറ്റാത്തവരാകണം. തൻ്റെ രജിസ്റ്റർ നല്ലതാക്കി വയ്ക്കണം. യാതൊരു അലംഭാവവും കാണിക്കരുത്. ഏതെങ്കിലും നിയമവിരുദ്ധമായ കർമ്മം ചെയ്യരുത്. മായയുടെ കൊടുങ്കാറ്റുകളെക്കുറിച്ച് ആകുലപ്പെടാതെ കർമ്മേന്ദ്രിയ ജീത്ത് ആകണം. ലിവർ ക്ലോക്കിന് സമാനം ആക്യുറേറ്റ് പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സേവനത്തിലൂടെ സന്തോഷവും ശക്തിയും സർവരുടെ ആശീർവാദവും പ്രാപ്തമാക്കുന്ന പുണ്യ ആത്മാവായി ഭവിക്കട്ടെ. സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലമായി സന്തോഷവും ശക്തിയും ലഭിക്കുന്നു. സേവനം ചെയ്തുകൊണ്ട് ആത്മാക്കളെ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാക്കി മാറ്റുക എന്നത് പുണ്യത്തിൻ്റെ കാര്യമാണ്. ആര് പുണ്യം ചെയ്യുന്നുവോ അവർക്ക് ആശീർവാദം തീർച്ചയായും ലഭിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ ഏതൊരു സങ്കല്പം ഉണ്ടാകുന്നോ ആ ശുഭസങ്കല്പം ആശീർവാദമായി മാറുന്നു. ഭാവിയിലേക്കും ശേഖരണം ഉണ്ടാകുന്നു. അതിനാൽ സദാ സ്വയം സേവാധാരി എന്ന് മനസ്സിലാക്കി സേവനത്തിൻ്റെ അവിനാശി ഫലമായ സന്തോഷവും ശക്തിയും സദാ എടുത്തുകൊണ്ടിരിക്കൂ. സ്ലോഗൻ: മനസ്സിൻ്റെയും വാക്കിൻ്റെയും ശക്തിയിലൂടെ വിഘ്നത്തിൻ്റെ തിരശ്ശീല മാറ്റൂ. അപ്പോൾ ഉള്ളിൽ മംഗളത്തിൻ്റെ ദൃശ്യം കാണപ്പെടും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു.
ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.